ഹലോ ബഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 100 സീസൺ 1 എപ്പിസോഡ് 9 and 10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ആക്ടേഴ്സിൻ്റെ സൗണ്ടിലോ അതോ വേറെ ആരെങ്കിലും സൗണ്ടിലോ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമുക്കതുപോലെ ഏതെങ്കിലും അലിമേഴ്സ് അവരുടെ സൗണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിച്ചത് കിട്ടാതെ നേരെ കഥയിലോട്ട് പോവാം. അപ്പോൾ എപ്പിസോഡ് 9 തുടങ്ങുന്നത് തന്നെ നമ്മുടെ പോയ എപ്പിസോഡിലെ അടിപിടിയുടെ തുടർച്ചയായിട്ടാണ്. നമ്മുടെ കുറ്റവാളി ഉണ്ടല്ലോ, നമ്മുടെ കുപ്രസിദ്ധനായിട്ടുള്ള കുറ്റവാളി, അവരെ നമുക്ക് സ്ലൈ എന്ന് വിളിക്കാം. അപ്പോൾ അത്ര കടുത്ത പോരാളിയൊന്നുമല്ല അവൻ. തലചൊറിഞ്ഞുകൊണ്ടാണ് ആ സ്ലൈ വരുന്നത്. എന്നിട്ട് സ്ലൈ വന്നിട്ട് പറയുന്നുണ്ട്, നോക്കൂ, ഞാൻ വലിയൊരു പോരാളിയൊന്നുമല്ല, അതുകൊണ്ട് കുറച്ച് പേരെ ബോംബിട്ട് കൊന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു മിടുക്കൻ ഐഡിയ ഉണ്ട്, ഒരു മെഴുകുതിരി ഡൗക്കി യുദ്ധം. നമ്മളിൽ ഓരോരുത്തരും ഒരു മെഴുകുതിരി എടുക്കും, അത് കത്തിക്കുകയും ചെയ്യും. ആരുടെ മെഴുകുതിരി ആദ്യം കിടുന്നോ അവരാണ് തോറ്റത് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐഡിയ പരീക്ഷിച്ചാണ് നമ്മുടെ ഗോണിനോട് ഈ സ്ലൈ പറയുക. നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഗോണ് എല്ലായ്പ്പോഴും എന്ന പോലെ ഈ വിചിത്രമായ മത്സരത്തിനും സമ്മതിക്കുകയാണ്. ഇത് കേട്ടതോടുകൂടി സ്ലൈ 2 മെഴുകുതിരികൾ എടുക്കുകയാണ്. ഒന്ന് വലുതും മറ്റൊന്ന് ചെറുതുമായിട്ടുള്ള മെഴുകുതിരികളാണ്. എന്നിട്ട് സ്ലൈ പറയാ, നിങ്ങൾ ഏത് മെഴുകുതിരി വേണമെന്ന് തീരുമാനിക്കൂ, വേണേൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വലിയ മെഴുകുതിരിക്ക് O അമർത്തുക, അല്ലെങ്കിൽ ചെറിയ മെഴുകുതിരിക്ക് X അമർത്തുക എന്നും പറയാം. അപ്പോൾ നമ്മുടെ ഗോണ് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മെഴുകുതിരി തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് 2 മെഴുകുതിരികളും കത്തിച്ച് അവിടെ നിൽക്കുകയാണ് ഈ 2 മത്സരാർത്ഥികളും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ചുറ്റും കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കെടുത്താതെ നമ്മുടെ ഗോണും സ്ലൈയും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക ഈ മെഴുകുതിരികളെ തന്നെ നോക്കിയിട്ട്. പക്ഷെ പിന്നീട് വിചിത്രമായി എന്തോ സംഭവിക്കുക. നമ്മുടെ ഗോഡിന്റെ മെഴുകുതിരി വേഗത്തിൽ കത്താൻ തുടങ്ങുകയാണ്. അതിന്റെ ജ്വാലയും തീയും പെട്ടെന്ന് ശക്തിയാവുകയാണ്. അതേസമയം നമ്മുടെ സ്ലൈ ആത്മസംതൃപ്തിയോടെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ മെഴുകുതിരി ഇപ്പോൾ കയറാൻ പോകുന്നു കുട്ടി, അയാൾ കളിയാക്കുകയാണ് നമ്മുടെ സ്ലൈ നമ്മുടെ ഗോഡിനെ നോക്കി. അപ്പോഴാണ് നമ്മുടെ സ്ലൈയുടെ ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. സ്ലൈയുടെ കയ്യിൽ 4 മെഴുകുതിരികൾ ഉണ്ടായിരുന്നു. 2 എണ്ണം സാധാരണയും 2 എണ്ണം വേഗത്തിൽ കത്തുന്നതും. ഈ വേഗത്തിൽ കത്താൻ വേണ്ടി സ്ലൈ കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ആ മെഴുകുതിരിയിൽ. അപ്പോൾ ഗോൾ ഇത്രയും സങ്കീർണമായി എന്തെങ്കിലും സംശയിക്കില്ലെന്ന് അദ്ദേഹം ഓൾറെഡി കണക്ക് കൂട്ടിയിട്ടുണ്ടായി. അപ്പൊ ഞാൻ തയ്യാറെടുപ്പില്ലാതെ വരുമെന്ന് നിങ്ങൾ കരുതിയില്ല അല്ലേ എന്ന് തന്ത്രപരമായി നമ്മുടെ സ്ലൈ ഗോളിനെ നോക്കി പറയാ. പക്ഷെ ഗോണ് ചിരിക്കാണ്. സ്ലൈ ഇത് കണ്ട ഉടൻ അമ്പരക്കുകയാണ്. എന്ത് ഈ കുട്ടി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങിയല്ലോ, എന്തിനും പണി കിട്ടുമോ എന്നും പറഞ്ഞിങ്ങനെ ചിരിക്കുക. അപ്പൊ ഗോളിന് അറിയായിരുന്നു കയ്യിൽ വലിയ മെഴുകുതിരിയാണ്, പെട്ടെന്ന് ഓടിയാലും പെട്ടെന്ന് കെടുവൊന്നുമില്ല. അപ്പം മെഴുകുതിരി പിടിച്ച് നമ്മുടെ ഗോള് പെട്ടെന്ന് പോയി സ്ലൈയുടെ മെഴുകുതിരി കെടുക്കുക. അപ്പോൾ സാങ്കേതികമായി നോക്കിയാൽ ആദ്യം കെട്ടത് ആരുടെ മെഴുകുതിരിയാ? സ്ലൈയുടെ മെഴുകുതിരിയാ. അപ്പൊ ഗോളിന്റെ ടീം ജയിക്കുക, ഗോൾ ജയിക്കുക. അപ്പൊ ലിയോറിയോ ഇത് കണ്ടുകൊണ്ടൻ ആഹ്ലാദിക്കുകയാണ്. ഗോളും വളരെ സന്തോഷത്തിലാണ്. സ്ലൈ അവിടെ അമ്പരത്ത് നിന്ന് നോക്കുകയാണ്. നമ്മുടെ ഈ ഗോളിന്റെ ടീമിന് ഒരു പോയിന്റും കിട്ടുക. അടുത്തത് നമ്മുടെ കുറാപ്പിക്കയുടെ ഓപ്ഷനാണ്. അപ്പോൾ കുറാപ്പിക്ക ആരെയാ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീല നിറമുള്ള ഒരു വ്യക്തിയാണ്. അവൻ ഫുള്ള് സീനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ വന്ന ഉടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ 19 പേരെ കൊന്നിട്ടുണ്ട്. 19 അത്ര നല്ല സംഖ്യയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നീ വളരെ ലക്കിയാണ്, കാരണം 20ാമത്തെ ഇതിയെ ഞാൻ തീരിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളായി. അപ്പോൾ ഇന്ന് 20ാമത്തെ ആള് നീയാണെന്ന് നമ്മുടെ ആ നീല നിറത്തിലുള്ള അവൻ പറയാം. എന്നിട്ട് അവന്റെ പുറകിലെ 12 കാലുകളുള്ള ഒരു ചിരന്തിയുടെ ടാറ്റയും കാണിക്കുന്നുണ്ട്. കുറാപ്പിക്ക് നല്ലപോലെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടാറ്റു കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ കുറാപ്പിക്കയുടെ ക്ലാനിനെ തന്നെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഘത്തിന്റെ ചിഹ്നമായിരുന്നു ആ ടാറ്റു എന്ന് അയാൾക്കറിയില്ലായിരുന്നു ഈ സംഭവം. പക്ഷെ ഇതൊക്കെ കണ്ടതോടുകൂടി നമ്മുടെ കുറാപ്പിക്കയുടെ കണ്ണ് ചുവക്കുകയാണ്. അവരുടെ ക്ലാനിന്റെ തന്നെ ഒരു ഐഡന്റിറ്റിയാണ് ഈ കണ്ണ് ചുവക്കുന്നത്. അവനൊന്നും പറഞ്ഞില്ല. കുറാപ്പിക്ക നൈസായിട്ട് പെട്ടെന്ന് പോയി ആ നീല നിറമുള്ള വ്യക്തിയെ പിടിച്ച് നിലത്തിടുകയാണ്. വേഗത്തിൽ അവരുടെ ഫൈറ്റ് തീരുക. പെട്ടെന്ന് തന്നെ നമ്മുടെ കുറാപ്പിക്ക നീല നിറത്തിലുള്ളവനെ തോപ്പിക്കുക. എന്നിട്ട് കുറാപ്പിക്ക പറയുന്നുണ്ട്, ഈ ഫേക്ക് ആയിട്ടുള്ള ചിലന്തി ടാറ്റു ഒന്നും പിന്നിൽ ഒട്ടിച്ചിട്ട് എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് കുറാപ്പിക്ക ദേഷ്യത്തോടെ പറയാം. അതുമാത്രമല്ല, എൻ്റെ മുന്നിൽ നീ അവരുടെ പേര് കൂടെ ഉച്ചരിക്കരുതെന്നും നമ്മുടെ കുറാപ്പിക്ക പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗോണിംഗ് ടീമിന് മൊത്തമായിട്ട് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. മറ്റേ ആ ക്രിമിനൽസിന്റെ ടീമിന് 1 പോയിന്റും കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിയോറി ആയിരിക്കും. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് നമ്മുടെ 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 10ാമത്തെ എപ്പിസോഡിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡായ 10ാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ ഈ ഫാൻറ്റം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊന്നിട്ടാണല്ലോ, ഈ നീല നിറത്തിലുള്ള മനുഷ്യനെ കൊന്നിട്ടാണ് വളരെ ദേഷ്യത്തിൽ നമ്മുടെ കുരാപ്പിക്ക ഒരു മൂലയിൽ ഇരിക്കുകയാണ്. അപ്പം അടുത്ത കളിക്കായിട്ട് നമ്മുടെ ലിയോറിയോ റെഡി ആവുകയാണ്. ആ ലിയോറിയുടെ എതിരാളി ഒരു സ്ത്രീയാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് വന്നിട്ട് ആ നീല നിറത്തിലുള്ള ആളെ ഒന്ന് തൊട്ടു നോക്കിയിട്ട് പറയാം, ഇയാൾ ഇതുവരെയും മരിച്ചിട്ടില്ല. അപ്പൊ കളിയുടെ നിയമം എന്താണെന്ന് വെച്ചാൽ ഒരു എതിരാളി മരിച്ചാൽ മാത്രമേ ഈ കളി അവസാനിക്കൂ.
തോൺപ് ആണെങ്കിൽ കളിയുടെ നിയമത്തിൽ മരിച്ചിട്ടുണ്ടാവില്ല. കാരണം തോൺപ് ഓൾറെഡി പറഞ്ഞു നിങ്ങൾ മാർക്കെടുത്തോളൂ, അതുകൊണ്ട് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കളിയുടെ ആരെങ്കിലും ഒരാൾ മരിക്കണം. അപ്പോൾ ഈ നീല നിറത്തിലുള്ള ആള് മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ലിയോറിയോ വന്ന് തൊട്ട് നോക്കാണ്. അപ്പൊ ലിയോറിക്ക് മനസ്സിലാവുകയാണ് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന്. പക്ഷെ ആ പുള്ളി അബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. കുറാപ്പിക്ക എതിരാളിയെ കൊല്ലണമെന്ന് ലിയോറി വന്ന് പറയാണ്. പക്ഷെ കുറാപ്പിക്ക വിസമ്മതിക്കുകയാണ്. കാരണം എതിരാളി ഇതിനകം തന്നെ ഭയന്ന് മരിച്ചു എന്നാണ് നമ്മുടെ കുറാപ്പിക്കയുടെ വാദം. അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ കിലുയെ തന്നെ ഞാൻ കൊല്ലാന്നും പറഞ്ഞ് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. പക്ഷെ കുറാപ്പിക്ക അവിടെയും വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു വോട്ട് ചെയ്യാന്നും പറഞ്ഞ് നമ്മുടെ ലിയോറിയോ ഒരു വോട്ടിംഗ് ഒക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ വോട്ടിങ്ങും പരാജയപ്പെടുകയാണ്. ഒരാൾക്കായിട്ട് ഭൂരിപക്ഷം ഒന്നും വരുന്നില്ല. അപ്പൊ ഇവരെങ്ങനെ എന്താ ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയമൊക്കെ പോകുന്നതോറും ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 72 മണിക്കൂറിൽ ഇവര് താഴോട്ട് എത്തണം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ടോൺപ വളരെ സന്തോഷിക്കുക. കാരണം ഇവരെ തോൽപ്പിക്കണം എന്നുള്ളതാണല്ലോ ടോൺപയുടെ എയിം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ ഹിസോക്ക ഒരു മുറിയിൽ പ്രവേശിക്കുന്നത് കാണിക്കുക. അവിടെ മുഖത്ത് കുറെ പാടുള്ള കുറച്ച് മുറിവുകളൊക്കെ ഉള്ള ഒരുത്തിനെ കാണിക്കുക. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു ആ പുള്ളിയെ. അപ്പോൾ അയാള് നമ്മുടെ ഹിസോക്കനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഹിസോക്ക വളരെ സിമ്പിളായിട്ട് നല്ല പെട്ടെന്ന് ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ആക്രമിക്കാൻ വരുന്ന മുറിവുള്ള ആളിനെ ഹിസോക്ക കൊല്ലുക. ആ ഏറ്റവും താഴെ ആദ്യം എത്തുന്ന പുള്ളിയായിട്ട്, ആദ്യം എത്തുന്ന ഹണ്ടറായിട്ട് നമ്മുടെ ഹിസോക്ക മാറുക. അത്രയും പവറാണ് നമ്മുടെ ഹിസോക്കയ്ക്ക്. ഓക്കെ, നമ്മുടെ ലിയോറിയും മറ്റുള്ള കൂട്ടരും ഇപ്പോഴും കുടുങ്ങിയിരിക്കുകയാണ് അവിടെ തന്നെ. സമയമാണെങ്കിൽ കുറഞ്ഞു വരിക. അപ്പോൾ ഇങ്ങനെ കുറെ നേരം ടൈം പോയാൽ പണി കിട്ടുന്ന നമ്മുടെ ലിയോറിയയ്ക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ലിയോറിയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടി പറയുന്നുണ്ട് നമുക്കൊരു പന്തയം വയ്ക്കാം എന്തായാലും. അപ്പോൾ ഇവിടെ പണമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സമയമായിരിക്കും പന്തയം വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ലിയോറി ഇത് കേട്ട് ഓക്കെ എന്നാൽ നമുക്ക് സമയം പന്തയം വയ്ക്കാം. ഞാൻ പറയുന്നു ഈ നീല നിറത്തിലുള്ള മനുഷ്യൻ മരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ മരിച്ചു എന്നും പറയാം. അപ്പോൾ അങ്ങനെ 20 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ ടൈം ഇവർ പന്തയം വയ്ക്കുകയാണ്. അപ്പോൾ ലിയോറിയോ നേരെ പോയിട്ട് അവനെ തൊട്ടു പോകുന്നുണ്ട്. എന്നിട്ട് തൊട്ടു നോക്കിയിട്ട് പറയാണ് അവൻ ഇതുവരെ മരിച്ചിട്ടില്ലെന്ന്. എന്നിട്ട് ആ എതിർ ടീമിലെ പെണ്ണാണെങ്കിൽ അവൻ മരിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ആ ഫ്ലാഷ് ബാക്കിൽ ആ പെൺകുട്ടി ഇവന്റെ ആ നീല നിറത്തിലുള്ള അവന് ഒരു കത്ത് എഴുതിയിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഹേർട്ട് ബീറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഗുളിക കഴിച്ച് നിങ്ങളിങ്ങനെ കിടക്കണം, ഞങ്ങൾ പറയുന്നവരെ നിങ്ങൾ അനങ്ങാതെ കിടക്കണം എന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായി. അത് കാണിക്കുക. അപ്പോൾ ഇയാളും ഞാൻ മരിച്ചു എന്നുള്ളൊരു വിധത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഹേർട്ട് ബീറ്റൊക്കെ വളരെ കണ്ടൻസ് ചെയ്ത് ആർക്കും അറിയാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവർ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലിയോറിയോ എനിക്കിപ്പോഴും അറിയാം ഇയാൾ മരിച്ചിട്ടില്ല, ഞാൻ വേണമെങ്കിൽ തെളിയിച്ച് കാണിക്കാമെന്നും പറഞ്ഞ് ആ നീല നിറത്തിലുള്ള പുള്ളിയെ എടുത്തുകൊണ്ട് ആ കുഴിയിലോട്ട് തള്ളാൻ വേണ്ടി പോവുക. ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഈ നീല നിറത്തിലുള്ള മനുഷ്യൻ ഇങ്ങനെ പേടിച്ച് വറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ആ കുഴിയിൽ തള്ളി ഇടുമ്പോൾ വീണില്ല എന്നുള്ള സമയത്തുമ്പോഴേക്കും അയാൾ എണീച്ചു പറയാ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്നെ രക്ഷിക്കൂ എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ ലിയോറിയോ അവനെ രക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ലിയോറിയോയ്ക്ക് ഇവരുടെ 20 മണിക്കൂറിന്റെ പോയിന്റ് കിട്ടും. അപ്പൊ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും കിട്ടുന്നുണ്ട് നമ്മുടെ ലിയോറിയയ്ക്കും ലിയോറിയുടെ ടീമിനും. അപ്പോൾ ഇങ്ങനെ ബെറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തത് ശരിക്കും ഒരു ഫൈറ്റ് ചെയ്യാൻ പോവുക. ഈ പെൺകുട്ടിയും ലിയോറിയും ശരിക്കും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ എപ്പിസോഡിൽ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവരെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക, ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ എപ്പിസോഡ് ഇതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.